കടന്നു വരാൻ. ദൈവം നമ്മെ പല കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം ഒരു പ്യൂരിഫിക്കേഷൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഹിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എസ്തർ ഒരു ഓർഡിനറി പേഴ്സൺ ആയിരുന്നു, ഒരു സാധാരണ വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് ഇന്ന് നാം സൺഡേ സ്കൂളിൽ കൂടി കേട്ടല്ലോ. നാം സാധാരണക്കാരായിരിക്കാം, നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ലോകത്തിന് വിധി എഴുതുവാൻ സാധിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതത്തെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ഇന്ന് ദൈവപ്രവൃത്തി നമ്മൾ കൂടി നടക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കാര്യം പല പ്രാവശ്യം പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുവാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ബലം കൊണ്ടല്ല എന്ന്, കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ കർത്താവിനെ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഈ സമയം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് പ്രസാദമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വെടിപ്പും നിർമ്മലമായ ഹൃദയത്തോടുകൂടി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറന്ന് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കർത്താവെ കൃപയാൽ നിറഞ്ഞ് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ, ഞങ്ങൾ പാടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങൾ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഇന്നത്തെ സകല ശുശ്രൂഷകളും ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രാർത്ഥനകളും മുഖാന്തരമാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പ്രിയ മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസ യാത്രയിലായിരിക്കുന്നല്ലോ, സൗഖ്യത്തോടെ യാത്ര ചെയ്ത് ഇവിടെ എത്തുവാൻ കർത്താവിന്റെ കൃപ വാഹനത്തോടും കർത്താവ് വാഹനം ഓടിക്കുന്ന വ്യക്തികളോടും കൂടെ ഇരിക്കുകയും അവരെ സൗഖ്യത്തോട് ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിലുള്ള എല്ലാ മതേശിനെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതം വളരെ ത്യാഗപരമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി വളരെ കഷ്ടത്തോടും സാക്രിഫിഷ്യലായിട്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇന്ന് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, അവർ ദൈവരാജ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകലവും മാനവും മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എഴുന്നേക്കാൻ കഴിവുള്ളവരൊക്കെ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ആദ്യം നമ്മൾ പാടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നെ അങ്ങയുടെ ഛായയിൽ സൃഷ്ടിച്ച്, നമ്മളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാൻ പല പ്രാവശ്യം സിസ്റ്ററിനോട് പാടണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് മാസങ്ങളും സമയങ്ങളും ഒക്കെ ഞാൻ തള്ളിവിട്ടു. അത് അവസാനം ഒരു ഡേറ്റ് പറഞ്ഞു. ഓക്കെ, മെയ് മാസം ഞാൻ നടത്താം. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം സിസ്റ്ററിനെ ഓർപ്പിച്ചു, മറന്നു പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നത്. എനിവേ, നമ്മളെല്ലാവരും പാടുന്നതൊക്കെ കഴിവുള്ളവരാണ്. വരും ദിവസങ്ങളിൽ മുമ്പോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് ഓരോരുത്തരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ ശുശ്രൂഷ. ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ, നമ്മുടെ സഭയിൽ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. ബൈബിൾ സ്റ്റഡി നടത്താനും പാട്ട് പാടാനും അത് നമ്മുടെ സഭയിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നാണ് എനിക്ക് വിനീതമായി ഓർപ്പിക്കാനുള്ളത്.
ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. ഇന്ന് രാവിലെ നമ്മുടെ മാതാക്കളോട് ചോദിച്ചാൽ പറയും, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് തന്ന എല്ലാം കർത്താവിന്റെ ദാനമാണ്. നാം ശ്വസിക്കുന്ന പ്രാണവായു ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാവിലെ ആ ധ്യാനത്തോടെ നമുക്ക് ഈ പാട്ട് പാടാം. താളമേളങ്ങളിലല്ല, ഒരു പെർഫോമൻസ് അല്ല നമുക്ക് ഇത് വേണ്ടത്. ആമേൻ. നാം പാട്ട് പാടുമ്പോൾ നമ്മളുടെ കുറവുകൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട്, കർത്താവേ, ഇത് പാടുമ്പോൾ ഞാൻ യോഗ്യനാണോ, അല്ലെങ്കിൽ എന്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് നമ്മോട് തന്നെ ചോദിച്ച് നാം പാടുമ്പോൾ ആരാധനയിൽ വലിയ അത്ഭുതം നടക്കും. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ കെട്ടുകളഴിയും, ആരാധനയിൽ ബന്ധനം അഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും.
ദയക്കായി നന്ദി കരയറ്റുന്നു കർത്താവേ. നന്ദി അമ്മ, നന്ദി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഒരു പാട്ടോടെ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഒരു അന്ത്യകാലത്താണ് നാം വന്നിരിക്കുന്നത്. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. നാം കൈവിടപ്പെട്ടു പോകാതെ ആ കർത്താവിനോട് കൂടെയാകണം. ആ യുഗങ്ങൾക്ക് മുന്നമേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരുന്നു, ഞാൻ വരും നിങ്ങളെ ചേർക്കുവാന്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ ബലപ്പെട്ടിരിക്കണം. ആമേൻ. കർത്താവ് വരുമ്പോൾ നാം കൈവിടപ്പെട്ടു പോകരുത്. ഒരുങ്ങിയിരിക്കണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ കരുതിയാൽ മാത്രം പോരാ, അധികം കരുതുവാൻ നാം ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവദാസന്മാര് പല വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗാനം ആമേൻ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. എത്ര പേര് വിശ്വസിക്കുന്നു പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇവിടെ ആയിരിക്കുന്നു. ധ്യാനിക്കാം, ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ എന്താണ് രാവിലെ നാം പാടിയതുപോലെ അങ്ങയുടെ കൃപയാണ്. ഞാൻ സംസാരിക്കുന്ന അങ്ങയുടെ കൃപയാണ്. എന്റെ കാഴ്ച അങ്ങയുടെ കൃപയാണ്. ഞാൻ നാവെടുത്ത് സംസാരിക്കുന്ന അങ്ങയുടെ കൃപയാണ്. എന്റെ പ്രാണവായു പോലും ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ. നമുക്ക് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ആമേൻ. നിൻ വരവിൻ ലക്ഷ്യങ്ങൾ നിന്നും കാണുന്നേ, ജാതി ജാതിയോട് പോരിനായുധങ്ങളാൽ വ്യാധി മൂലം ഖേദിക്കുന്ന ഈ മാനവരെല്ലാം ക്ഷാമവും ഭൂകമ്പവും അവിടെയായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏത് നിമിഷവും ഈ ലോകം മാറി മറിയും. കർത്താവിന്റെ വരവാകും. ആമേൻ. നമുക്ക് വീണ്ടും പാടി കർത്താവിനെ ആരാധിക്കാം. യേശുനായക പാപശാപനാശക, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത ജനത്തിനാത്മനായക, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത ജനത്തിനാത്മനായക, കണ്ടു ഞാൻ ഈ ദൈവസ്നേഹം ഈശൻ ക്രൂശിന്മേൽ, കണ്ടു ഞാൻ അറിഞ്ഞമില്ലെന്നോർത്തു നീറുന്നേ, കണ്ടു ഞാൻ ഈ ദൈവസ്നേഹം ഈശൻ ക്രൂശിന്മേൽ, കണ്ടു ഞാൻ അറിഞ്ഞമില്ലെന്നോർത്തു നീറുന്നേ, ഉന്നതിക്കു നാടുമേലിരുന്ന നോക്കുമ്പോൾ എന്നെനിക്കു മിസ്രയീമിൻ നിക്ഷേപങ്ങളെ, ഉന്നതിക്കു നാടുമേലിരുന്ന നോക്കുമ്പോൾ എന്നെനിക്കു മിസ്രയീമിൻ നിക്ഷേപങ്ങളെ, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മനായക, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മനായക, വരവിൻ ലക്ഷ്യമെന്നു കാണുമേ, ജാതി ജാതിയോട് പോരിനായുധങ്ങളാൽ, വരവിൻ ലക്ഷ്യമെന്നു കാണുമേ, ജാതി ജാതിയോട് പോരിനായുധങ്ങളാൽ, ജാതി മൂലം ഖേദിക്കുന്നീ മാനവരെല്ലാം, ശാപവും ദുരന്തവും അവിടവിടെയാ, ജാതി മൂലം ഖേദിക്കുന്നീ മാനവരെല്ലാം, ശാപവും ദുരന്തവും അവിടവിടെയാ, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മനായക, യേശുനായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മനായക, അന്ത്യകാല സംഭവങ്ങളായ ഭൂപടം, മാരകായുധങ്ങളായ ലോകരാഷ്ട്രങ്ങൾ, അന്ത്യകാല സംഭവങ്ങളായ ഭൂപടം, മാരകായുധങ്ങളായ ലോകരാഷ്ട്രങ്ങൾ, സായുധ സമരത്തിനായി കളമൊരുക്കുന്നേ, ആകെ നീ വരവിനെന്തു താമസിക്കുന്നു, സായുധ സമരത്തിനായി കളമൊരുക്കുന്നേ, ആകെ നീ വരവിനെന്തു താമസിക്കുന്നു,
കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ വരവിനെ ഒന്ന് ധ്യാനിക്കാം. ആമേൻ. ആ കാഹളത്തിന്റെ ശബ്ദം പോകാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? സഭയായി ഒരുങ്ങിയിട്ടുണ്ടോ? വചനത്തിൽ കാണുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി അനേക ശുശ്രൂഷകൾ ചെയ്തു. പക്ഷെ കർത്താവിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. മക്കളെ, ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുമോ? എന്റെ അപ്പൻ എന്നെ മനസ്സിലാകുമോ? എന്റെ അപ്പൻ എന്നെ അറിയുന്നുണ്ടോ? ജസ്റ്റിന്റെ പ്രിയ മകനാ, അല്ലെങ്കിൽ ഈ ദൈവസഭ എന്റേതാണെന്ന് പറയുന്നു. ഓരോരുത്തരും അവരെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. നമ്മളെ ദൈവം ആമേൻ അറിയുന്നുണ്ടോ? മറ്റാരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും that's okay. മറ്റാരും നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും that's okay. ലോകം എന്നെയും നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ that's okay. പക്ഷെ എന്റെ അപ്പൻ, എന്റെ ദൈവം തിരിച്ചറിയുന്നുണ്ടോ? അവൻ എന്നെ അറിയുമോ? അവൻ എന്നെ പേർ ചൊല്ലി വിളിക്കുമോ? ആ ദിവസം ഒന്ന് ഓർത്തു നോക്കാമോ? അങ്ങനെ ചെയ്താൽ നാം ഭാഗ്യവാന്മാരാ പ്രിയ ദൈവമക്കളെ. ലോകത്തൊന്നും നാം നേടിയിട്ടില്ലെങ്കിലും, ലോകത്തൊന്നും നാം സമ്പാദിച്ചിട്ടില്ലെങ്കിലും, ലോകം എന്നെ തിരിച്ചറിയുന്നില്ലെങ്കിലും, ലോകത്തിന്റെ ചരിത്ര നാളികയിൽ അവൻ എന്റെ പേര് എഴുതി വച്ചിട്ടില്ലെങ്കിലും, സ്വർഗത്തിലെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടെങ്കിൽ, എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുമെങ്കിൽ, അവൻ അതിൽ പരമൊരു ഭാഗ്യം വേറുന്നുണ്ട്. അതിനേക്കാൾ ഒരു വലിയ ഐഡന്റിറ്റി നമുക്ക് എന്ത് വേണം? എന്റെ അപ്പൻ എന്നെ തിരിച്ചറിയുമോ? അമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയെ ദൈവം അറിയുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പന് പ്രസാദകരമായ ഒരു ജീവിതമാണോ നാം കാഴ്ചവെക്കുന്നത്? എന്റെ അപ്പന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണോ എന്റെ ജീവിതം? അപ്പന് ഇഷ്ടമുള്ള ഫലങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരു അല്പസമയം താഴ്ത്താം. ദൈവസന്നിധിയിൽ നമുക്ക് ശോധന ചെയ്യാം. കർത്താവേ, നിന്റെ വരവിന് തടസ്സമായി, ആമേൻ, നിന്റെ വരവിനെ എന്നെ എടുക്കപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ക്രൂശിലേക്ക് ഞാൻ അടുത്തു വരികയാ. ആ കാൽവരിയിലേക്ക് ഞാൻ ഇതാ കടന്നു വരികയാ കർത്താവേ. അപ്പോ ഞങ്ങളുടെ ക്രമൻ കുറവുകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ വീഴ്ചകളെ, ആ ദിവസം ഞങ്ങള് ആ ശബ്ദം കേൾക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവൻ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ലോകലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനെ വിളിച്ചോതുമ്പോൾ അവൻ നാം അന്ധരാകാൻ പാടില്ല, വിളക്കിൽ എണ്ണയില്ലാത്തവരാകാൻ പാടില്ല. ആത്മശക്തിയാൽ നിറഞ്ഞ ഒരു കൂട്ടമായി, ആത്മാവിൽ ഒരുങ്ങിയ ഒരു കൂട്ടമായി, ഉപവാസത്തോടും പ്രാർത്ഥനയോടും നാം കേട്ടതുപോലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒരുങ്ങി നിൽക്കുന്ന ആമേൻ കന്യകമാരായി, അവൻ വിശുദ്ധി കാക്കുന്നവരായി അവൻ നമുക്ക് മാറാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് പകൽക്കാലം അടുത്തു വരുന്നു. ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അശുദ്ധികളെ മാറ്റണമേ, ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ വീഴ്ചകളെ അവിടെ നിന്ന് മാറ്റി ശുദ്ധീകരിക്കണമേ കർത്താവേ. മറ്റാരും ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും അങ്ങ് ഞങ്ങളെ കാണണമേ, അങ്ങയുടെ പ്രിയ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോട് കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യം അവരുടെ മേൽ വീഴേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സ് തകർന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ വന്ന്
വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരമുണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ സഭയുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഈ ദേശം വിടുവിക്കപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ അതിരുകൾ വിസ്താരപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലമുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ നിമിഷം ഏതെങ്കിലും 2 പേർക്ക്, ഞാൻ ആരെയും ഇന്ന് അസൈൻ ചെയ്തിട്ടില്ല, 2 പേർക്ക് നമുക്കിപ്പോൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for this morning. You've given us a gathering. Hallelujah. Amen. It's not by any of our Lord, we abilities or thank you, Yes. Lord. We thank you, Lord. We thank you, Lord. We thank you, Lord. We thank that you. we didn't deserve it, Father God, but you Oh, showed Father. us. Hallelujah. Stotram. Lord, we just look upon you today this morning. Father, we ask that you have the same, as you have the compassion upon us, Lord, that we will have compassion upon others. Yes, Lord. We ask, Lord, that you will melt our hearts, oh Father God, that we will be able to receive your word this morning, oh Father God. We pray, Lord, for each and every family member and individual. കർത്താവേ, നന്ദി അപ്പോ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. That is impossible. കർത്താവേ, സഹായിക്കുവാനായി Father God, we pray, Lord, that you let do miracles in this room, oh Father God. കർത്താവേ, We thank സ്തോത്രം, you, Lord, for സ്തോത്രം, giving us thus സ്തോത്രം, far, Lord. We pray, സ്തോത്രം, Lord, for the Psalms reading to be a blessing to us, Lord. We pray for the message to be a blessing to us, oh Father God. Let it prick our hearts. Let it make us, Lord, of our wrongdoings and help us to be corrected in our life. Help us to align ourselves with our walk with you, oh Father God. Lord, this morning we once again pray for the blessing of the service of Father God. Continue to speak to us. Those who are not able to make it for the service today, bless them. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you for all your words. We give you glory and honor in Jesus' name we pray. Amen. കർത്താവേ, കൃപ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നന്ദിയോടെ കർത്താവേ, നന്ദി അപ്പോ. സമാധാനവും സന്തോഷവും പ്രത്യാശയും ഹല്ലേലൂയ. സ്തോത്രം, 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 ചെയ്ത ഉപകാരങ്ങളെല്ലാം ആമേൻ. അവിടുത്തെ പ്രിയ മക്കളാക്കി തീർത്ത് കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സഭായോഗത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ, അവിടുത്തെ കരം ഉണ്ടാകണമേ. ഓരോ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൃപ തരുമാറാകണമേ. വിശേഷാൽ വചന ശുശ്രൂഷയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലേതായ ദൂത് കർത്താവെ ഞങ്ങൾക്ക് നൽകി തരണമേ. അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ കുഞ്ഞുമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ കൃപയിൽ അവിടുന്ന് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രോഗികളായി ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. അമ്മേൻ മനസ്സ് തകർന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ സഭ ഈ ദിവസങ്ങളിൽ വളരുന്നത് ഞങ്ങൾക്ക് കാണുവാൻ, ഈ ദേശം വിടുവിക്കപ്പെടുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന കാഴ്ചപ്പാട്, കർത്താവെ ഞങ്ങൾക്ക് തന്ന മിഷൻ, വിശ്വസ്തരായിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഞങ്ങൾ എടുക്കപ്പെടുവാൻ, ആ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Let us all arise in the presence of God and read Psalm 128. Psalms 128. I thought this would be an appropriate
Psalm for a Mother's Day. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ നീതി കാണും. നമ്മുടെ വിശുദ്ധകാര്യങ്ങളെ ഉയർത്തി ഈ ഭൂമിയിൽ കുടുംബ ജീവിതം സ്ഥാപിച്ചു മനുഷ്യർ ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ജീവിക്കുവാൻ സഹായിക്കുന്ന ദൈവകൃപ ഇന്ന് നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കാൻ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബ ജീവിതങ്ങളെ ധന്യമാക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഐശ്വര്യമാക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലുള്ള മാതാവിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ ആരാധന കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise God. Today we have Mother's Day, and I'm very delighted to see Brother Prayson worshiping with us, and thank you for coming. And I'm very delighted to see Brother Shibu coming back from Boston after a very good visit with his children, and thank you for being here today, and thank God for everybody. We are missing our sister Minnie here today. She is traveling back from a graduation in San Antonio. So they are traveling back. So thank God that we all could be here today. So we don't have any birthdays, anniversary. So what we have today is Mother's Day. So that is what we're going to focus on this morning. And my message today is about Mother's Day. So I don't want to repeat a lot of things now and then say the same thing later. So I'm going to save all those for later. But being a mother is not an easy task. I can look at all mothers, including my own wife, and I can say being a mother is not an easy task. And it is very hard. And sometimes men don't realize, I mean, I'm just telling, including me, so men don't realize how hard they work, how sacrificially they give themselves for the benefit of the family. So today is the day we're going to honor them. Not that just this one day we're going to honor them, then forget them for the rest of the year. But this one day we have separated. The calendar of the United States separated this day to honor the mothers. And our church honors our mothers. The Bible honors the mother. It's not only that the United States honors the mother. The Bible, when I speak, I will tell you those. The Bible honors the mother. So as a church, this is our opportunity to show our appreciation and our gratitude towards our mother. And to do that, we're going to do two things here. First, we're just going to give them a token of our appreciation. And to make all these things possible, our Bindu sister has worked on this matter, and she has spent she's a very busy person. She has spent a lot of time arranging all these things. I have to give credit where credit belongs. And she ordered all these things, she guarded, she packed it, she made sure everything is presentable. And then she also arranged a nice lunch for our mothers today. So that's the one thing that we are going to do. And our youngest child in this church is Jeremy at the moment. And Bhavina Amol is going to help in the process. And at this time, and Jeremy is going to distribute this gift to our mothers.
that's all our mothers. Let's give our mothers a hand. We also didn't limit our gift to the mothers. We also going to give a gift to all our young girls who would be having a family life sometime in the future. So we're going to, at this time, we're going to give them a gift. So everybody got one gift at least? Okay, so let us give everybody a hand. Thank God for this day. Now, the second thing we're going to do is, we just not only give them a gift, we wanted to tell them how much we like them, appreciate them. And we have a chance. Oftentimes, Indians are not good in telling people, I love you. And actually, my son is very good in that. He always tells his wife, I love you. But I never said my wife that word. I think it is a kind of different culture. So this is a time that we're going to take a few moments and let our mothers know how much we appreciate them. Let us start with Jeremy, Jonathan, and Jocelyn. Would you come here and join me? You can face your mother. Now they're going to tell their mother how much they appreciate. You get mic? Give me the mic. Take mic. Praise the Lord. Happy Mother's Day. I don't say this enough to you, but I'm grateful for you. Thank you for all the things you do that I never noticed. The worrying and helping and checking in and the sacrifices. You always love me every single day. You've been the biggest influence in my life and a lot of who I am today, and what you taught me and how you treat people. How you keep going when things get hard, how important family is, and even when you don't agree enough or anything. Thank you for helping us, and I hope you know that how much you mean to me. Thank you for believing in me and supporting me and loving me through everything I go through. And I know it's not easy for me, for you, and I appreciate you. I have a verse from Proverbs 31:28-29. I said, her children rise up and call her blessed, her husband also, and he praises her. Many women have done excellently, but you surpass them all. I love you. Happy Mother's Day. I'm so grateful for my mom because she always wakes me up before school and makes me coffee every day. My mom also packs my lunch for school even when she's too tired to. There's a quote that says, a mother is she who can take the place of all others, but whose place no one else can take. I will always appreciate everything my mom does for me. Yeah. Whether it's my mom buying me a block of paneer to support me being vegetarian, or buying me a plants month after month, or telling me to sleep at 2 even though at 10 even though she knows I go to sleep at 2, she still supports me for all of the things that I do. And even then, on top of that, the most important thing that I find so valuable, especially within this year, is how she comes and prays with me and for me, and just even when she's so tired and from work and just life and taking care of all three of us, because we're not a picture perfect siblings, so yeah, she handles all of that, and just kind of just words can't express how much I'm grateful for all of the sacrifices you made, even when you came help yourself, and we love you so much, and I love you. Thank you so much for all the things you've helped me through, and
Now, Mamiamol is going to come, and you can go back and sit. You can speak from there or from here, wherever you want to do. So you can speak. Yes. Happy Mother's Day to all the mothers here, but a special Happy Mother's Day to my mother. You've been with me through thick and thin this year. This year has been an absolute roller coaster. You've encouraged me in my highest, and you've been there in my lowest. You've held me in your arms just while I was just absolutely just sobbing, and I always know that I can lean on you. And I know that most kids, they don't feel comfortable going to their mother about issues, but for me, it's the complete opposite. And sometimes even against her own consent, I always just tell her everything about me, and she's there for me even until like 6 a.m. in the morning. And that has happened multiple times over the years. She's also an amazing spiritual leader for me. You lead me to be the way that I am right now. You lead me to do better, and you lead me to help lead others. And there's just so much that I have to thank you for putting a roof over my head, giving me food every day that I love and not your bad cooking. And I just want to thank you for just everything that even words can't express. Thank you. Shannon? You want to come here? So I'm gonna keep it very brief because I think anything longer will bring me to tears. My mom is one of the most strongest and kindest person I ever met in my life. Even though life was hard for her, she tried her best to make sure we didn't face the worst of it. She gave me the wings to fly towards my dreams even when that meant sacrifices for her. No words can describe how grateful I am to have her in my life. And I continue to pray for her health, well-being, and happiness. Her prayers is my biggest blessing. I love you, Mom. Praise God. I'm already sad. Really happy Mother's Day to all the mothers here, and a special Mother's Day to my mom. I really appreciate you. വാക്കുകൾ പറയുന്നതിനേക്കാളും കൂടുതൽ mummy did step up for the last 2 years. Coming to this whole new country, even when I was younger, she was a working mom always. So regardless where she was at, what she was doing, she was always there for me. She wakes up. I know every mother does that, but it was special for me because she had to leave 7 o'clock, and she would always get up early and make my food and everything. Even now, late Bible class, she stayed up with me. She's like, you stay there. So she always, I know I'm 27-year-old, but she's still, every single thing in my life, mommy, she stepped up a lot. And I appreciate you for, എല്ലാം മനസ്സിലാക്കാനും അത് എൻ്റെ കൂടെ നിൽക്കാനും മമ്മി കാണിക്കുന്ന എല്ലാത്തിനും നന്ദി. Thank you so much. And happy Mother's Day. Thank you. I know you have a chance to, because you want to say something? Yeah. Bindu sister. No. Yeah. Praise the Lord. എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മദേഴ്സ് ഡേ. യൂത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യം ആണെന്ന് തോന്നുന്നു. ഉത്തമയായ സ്ത്രീ ആയിരുന്നു യൂത്ത് എന്ന് പറയുന്നത്. അത് ആരാ പറഞ്ഞ? അമ്മായിമ്മയാണ് പറഞ്ഞത്, ഉത്തമയായ സ്ത്രീ. എൻ്റെ ഭാര്യയെക്കുറിച്ചും എൻ്റെ അമ്മായിമ്മയെക്കുറിച്ച്, ഞാൻ അമ്മായിമ്മയെന്ന് പറയത്തില്ല, എൻ്റെ അമ്മയെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. എനിക്കൊരു പ്രചോദനമായിരുന്നു എൻ്റെ അമ്മ. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർത്ത് കരച്ചിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുകയും
എൻ്റെ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്തത് എൻ്റെ അമ്മയാണ്. അമ്മ പറഞ്ഞ കള്ളങ്ങൾ, ഒരു ദേവദാസൻ പറഞ്ഞ വാക്യങ്ങൾ ഇങ്ങനെയാണ്, അമ്മ പറഞ്ഞ കള്ളങ്ങൾ. നമ്മുടെ പഴയ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, 4ഉം 5ഉം കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം തികയത്തില്ല. എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ അമ്മയ്ക്കില്ല. അമ്മയുടെ കുഞ്ഞുങ്ങളെ ചോദിക്കും, അമ്മയ്ക്ക് വേണ്ടേ, എനിക്ക് വിശപ്പില്ല. അമ്മ പറഞ്ഞ കള്ളമാണ്. 4ഉം 5ഉം കുഞ്ഞുങ്ങളുള്ളപ്പോൾ അമ്മയ്ക്ക് തലവണം വെക്കാൻ പറ്റത്തില്ല, താഴെ കിടന്നു ഉറങ്ങാൻ പാ കാണത്തില്ല. അമ്മയ്ക്ക് പാ വേണ്ടേ, അമ്മയ്ക്ക് പാ ചൂട്. എൻ്റെ അമ്മയെ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാൽ അത് മാറിയത് ഞാൻ മിനിയെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ വന്ന് എൻ്റെ ഈ മമ്മി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഓർക്കുമ്പോൾ കണ്ണു നിറയാതിരിക്കാൻ പറ്റത്തില്ല. മമ്മി എന്നെ എൻ്റെ അമ്മയെ പോലെ തന്നെ സ്നേഹിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പലപ്പോഴും പാസ്റ്റർ പറഞ്ഞതൊക്കെ ഞാൻ ആരെയും വക വെക്കുന്ന ഒരാളല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൈഫ് കടന്നു വന്നതെന്നുപോലെ എനിക്ക് ഒരുപാട് മാറ്റം. അവള് എൻ്റെ അമ്മയോട് കാണിച്ച സ്നേഹം എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, അവൾ എൻ്റെ മോളാണ്. അവൾക്ക് അസുഖം വന്ന് ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞ് മാറ്റി മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവനെ എടുത്തുകൊണ്ട് എൻ്റെ മിനിയുടെ ജീവനെ എടുക്കുക. അത്രയ്ക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം. ഒരു നല്ല മകളാണ്, ഒരു നല്ല ഭാര്യയാണ് എൻ്റെ മമ്മിയും. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ അവരുടെ പപ്പായുടെ ചേട്ടന്മാർക്ക് എല്ലാം മമ്മി എന്ന് പറഞ്ഞ ജീവനാണ്. ഞാൻ ആ വീട്ടിൽ ചെന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ മരുമകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആ കുടുംബത്തിൽ ചെന്ന് പഠിച്ചു. അവർക്ക് 2 പേർക്കും എനിക്ക് അവരെ ദാനമായി ദൈവം തന്നതാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും എനിക്ക് നിങ്ങളുടെ സ്നേഹം ഞാൻ ഈ അവസരം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. You can just say greetings to your mama. Just say greetings. So I remember my mom. My mom is an amazing mom. She has when she was a young girl, she had polio, so her leg was weak. But when we were in Kuwait, and we used to live in the 3rd floor, and she used to climb those steps and come to to our house there. Now she has difficulty taking those steps, but even now, the amount of food she makes for me, it's amazing. So I'm grateful for my mom, and all the moms here. One of the pastors said, God, the word El Shaddai means mother like God. Amen. God is a mother, Yes. and so is our mothers. I love all of the mothers here. God bless all of us. Amen. Anybody else wanted to say a word? Attendant Robert? Praise the Lord. Praise God. ഇനി മാതാവില്ല, പിതാവില്ല. മാതാവ് പിതാവ് സ്വർഗത്തോടുള്ള സൂചിക്കും. എൻ്റെ മാതാവ് മരിച്ചിട്ട് ഇപ്പം 100 വർഷത്തോളം കഴിഞ്ഞു. മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ 8 മക്കള്, അപ്പനും 10 മക്കളാണ്. കർത്താവിൻ്റെ വിശ്വാസം പറഞ്ഞോളെ ചിലപ്പോൾ ആഹാരം തികയത്തില്ല. 10 പേർക്ക് വിളമ്പി വരും. ഇപ്പോൾ അമ്മയ്ക്ക് ലാസ്റ്റ് വരുമ്പോൾ സത്യം പറയാം, ഇപ്പോൾ അപ്പച്ചൻ കഴിക്കാൻ ബാക്കി അവിടെ പ്ലേറ്റ് വെച്ച് അങ്ങനെ വളർത്തിയതാണ്. എന്നാൽ ഇന്ന് എനിക്ക് കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ള ആ ഒരു ഭാരത്തിലാണ് ഞാൻ കഴിയുന്നത്. എനിക്ക് സർവകർത്താവ് തന്നു. 10 പേരെ അമ്മ കൂട്ടിക്കൊണ്ടെത്തി. കാരണം അപ്പന് ജോലിക്ക് എല്ലാ ഇവിടെയൊക്കെ പറമ്പിൽ കളിക്കാൻ അതിനൊക്കെ ചെയ്യും. അമ്മയും പുറകെ പോകും. എന്തിനല്ല അവിടെ കല്ല് മറക്കാനോ മോശമൊക്കെ പറയും. അങ്ങനെ അവരുടെ ജീവിതം എങ്ങനെ അത് കണ്ടുപോകണം. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ നാട് വിട്ടതാണ്. പട്ടിണി എന്താന്ന് പ്രയാസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കർത്താവ് ഞാൻ
ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഞാൻ നനച്ചതിനപ്പുറമായി കർത്താവ് സഹായിച്ചുള്ളൂ. അതിനാൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മാതാക്കൾക്കും ഒരു പ്രാവശ്യം ദൈവത്തിന് എല്ലാവർക്കും അഭ്യർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ Sorry, brother? No? Yeah, you want to say anything? Okay. All right, so I just wanted to thank you for all those words of kindness, appreciation. Looks like my wife is in here. Where's my appreciation, right? So I appreciate my wife, and I think everybody gets gifts, and I think my wife is God's gift to me. And one thing that I appreciate her is she believes in me, and when I say something to her, I don't have to argue with her. I don't have to fight with her. I don't have to debate with her. And because she believes in me, and even starting the church, she believes in me, and buying this house, she believes in me. All those things, she believes in me, and she is a very sacrificial person. And I tell her, just slow down a little bit, because she always wanted to go and help others. So she has a very helping nature, and she works hard, and she does everything for others. She's actually a other person centered. She's another centered person. She is not selfish at all. So, and I thank God for her, and I appreciate you today, and I appreciate you every day, even though I don't say that, it is in my heart. Thank you. And a happy Mother's Day to all of you today, and we are just going to go on with our worship service, and today we will not have an offering song. So when our English team is worshiping, we will take the offering, and then Brother Wilson will do the prayer. Let us all rise and worship. Today let us surrender to our Savior who gave us everything first, and He chose us before the foundation of the world, Yes. and even before we were born in our mother's womb. Yes. Let's respond to His love now. Yes. Hallelujah. Oh, to Jesus I surrender all. To Thee I freely give. I will ever love and trust You in Your presence daily. I surrender.
I surrender all, oh God. I surrender all. It's a time to surrender ourselves to God. If you haven't, let's all surrender in His presence for all of the good thing He hasn't done in our life, all the wonderful thing He hasn't done in our life, all of the mercy and the love. It's not because of our deed, it's only because of His mercy. So let's all take this moment to surrender ourselves in presence of God. Hallelujah, hallelujah. Praise God. Amen. Amen. I love you, Lord. Oh, your mercy never fails me. And all my days I've been held in your hand. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. All my life you have been faithful.
നമുക്ക് എഴുത്തുകൾ ഉണക്കാൻ പ്രാർത്ഥിക്കാം. വന്ന സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ മറച്ചല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് കൃപ തന്നല്ലോ. നല്ല പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിലേക്ക് ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ഇരാവിലെ പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. തുടർന്ന് ഉള്ള എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാ നമ്മുടെ അമ്മമാരെയും ദൈവാലയങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടുന്ന ബലം, ആരോഗ്യം ഒക്കെ ദൈവം കൊടുത്ത് വഴി നടത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയിൽ എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാമല്ല. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവെ ഈ ഉയർന്ന പ്രഭാതവും കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വീകരിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. അതിനെ ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി, ബലത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. എന്മേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങൾക്ക് വിരാവിലെ പറയുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. കർത്താവെ, നല്ല ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ മകളെ അതിനായി നീ ഒരുക്കിയതിനായി ദൈവത്തിന് മഹത്വം കരയുന്ന കർത്താവെ, കുടുംബമായി കർത്താവെ ഹല്ലേലൂയ, നിന്റെ മക്കളെ നീ അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടുമാറാകണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ആമീൻ. യഹൂദന്മാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമീൻ ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ അവർക്ക് മറ്റൊരിടത്ത് നിന്ന് ആമീൻ ഉദ്ധാരണം ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എസ്തേർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. ഉപവാസത്തോടെ നിങ്ങളായിരിക്കുമെങ്കിൽ ആമീൻ ആമീൻ ഞാൻ അവിടെ കടന്നു ചെല്ലും. ആമീൻ. രാജാവിനോട് എന്റെ കാര്യം ഞാൻ അറിയിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല അപ്പച്ച. ദൈവമേ, ഈ ഹല്ലേലൂയ ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരണം. അനേക ജീവിതങ്ങളിലൂടെ കടന്നു വരണം. അനേകര് ഈ ചർച്ചിൽ വന്ന് സ്നാനമേൽക്കുവാനിടയാകണം. ഈ ഓണി പട്ടണത്തിന് വേണ്ടി ആമീൻ ഞങ്ങൾ അവകാശം പറയുമ്പോൾ തന്നെ ഈ ചർച്ച് അതിനൊരു മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ ഞങ്ങൾ അറിയാത്ത അനേകര് ഈ ചർച്ചിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അപ്പാ വരും ദിവസങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങയുടെ വരവ് താമസമെങ്കിൽ ഈ വർഷം തന്നെ ഞങ്ങൾ അതിന്റെ ഹല്ലേലൂയ ആമീൻ അത് ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾ ഇടയാക്കി തീർക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ബലപ്പെടുത്തി അടപ്പച്ച സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ. പ്രയർ ലീഡ് ചെയ്യുവാൻ തന്നെ മകനെ ഇവിടുന്ന് ബലപ്പെടുത്തി പ്രാർത്ഥന ഞങ്ങളെ സഹായിച്ചതിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളോട് കർത്താവ് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ഞങ്ങളെ നോക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ, ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ നോക്കുമ്പോൾ, ഞങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആമീൻ അന്യോന്യം നോക്കുമ്പോൾ, ഞങ്ങളുടെ കുടുംബയോഗത്തെ നോക്കുമ്പോൾ ഞങ്ങൾ മാതൃകാപരമായ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആമീൻ സമൂഹത്തിന്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ ആമീൻ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ എന്നാണ് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എന്തും കാണിക്കാം, ഞങ്ങൾക്ക് ഇവിടെ എന്തും പ്രവർത്തിക്കാം. ആരും ഒരുപക്ഷെ കണ്ടിരുന്ന് വരാം, കേട്ടിരുന്ന് വരാം. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ അവിടെ ബലപ്പെട്ടിരിക്കുവാനിടയാകണമേ എന്ന് ദൈവത്തോട് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള വചനഘോഷണത്തെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവദാസനെ കുറിച്ച് രാവിലെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാനിടയാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, ബലഹീന ആൾക്കാരെ പോലെ അതങ്ങനെ തന്നെ എന്ന് പരിശോധിച്ച് വിടേണ്ടതിനെ വിടുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യണം. ആമീൻ. ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. ഞങ്ങൾ ഏറ്റവും ആമീൻ വെറുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൃപ തരണം. ആ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള ആമീൻ വെറുപ്പും വിദ്വേഷവും ഞങ്ങൾക്ക് മാറിക്കിട്ടുമല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം കർത്താവേ. അത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി തീരുവാനിടയാകണം. കരങ്ങൾ നീട്ടി എല്ലാ നിന്റെ മക്കളെയും
അവിടെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. ആരെങ്കിലും കർത്താവെ സാമ്പത്തിക പരാതിയില്ല അവൻ കരങ്ങൾ നീട്ടുവാൻ കർത്താവെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെയും വരും ദിവസങ്ങളിൽ ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം കർത്താവെ അമ്മമാരെ നിന്റെ കരങ്ങൾ, മാതാക്കൾ നിന്റെ കരങ്ങൾ വഹിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി. ആ മേഘാലയിൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത ത്യാഗത്തെ ഈ രാവിലെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. അല്ലെങ്കിൽ പലപ്പോഴും കരയുന്നത് കാണാതിരിക്കുവാൻ അവരുടെ കണ്ണുകൾ തുറച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ പലപ്പോഴും സന്തോഷത്തോടെ ഇന്ന് മാതാപിതാക്കന്മാരാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും പുറകിൽ ഒരു കരച്ചിലുണ്ട്. അത് മറ്റാരുടെയുമല്ല, ഞങ്ങളുടെ അമ്മമാരുടെ കരച്ചിലാണ്. ഈ രാവിലെ ഞങ്ങൾ ഓർക്കുന്നത് കർത്താവെ, ഞങ്ങളുടെ എല്ലാ മാതാക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശേഷമുള്ള ശുശ്രൂഷകളിൽ കൂടെ ഇരിക്കണം, കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കടന്നുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്തുതി. Amen. Amen. Praise God. Praise God. Hallelujah. Thank God for everyone's ministry today. The singing, the Sunday school teaching, and the sharing from the heart to the mothers is even much more personal. And I thank God for all mothers, all daughters and sons who are in this congregation. And we're just going to listen to a message today. And Jonathan, are you ready to read the scripture? Okay. Praise the Lord. Proverbs chapter 31, verse 25 to 31. Strength and dignity are her clothing, and she laughs at the time to come. She opens her mouth with wisdom, and the teaching of kindness is on her tongue. She looks well to the ways of her household, and does not eat the bread of idleness. Her children rise up and call her blessed, her husband also, and he praises her. Many women have done excellently, but you surpass them all. Charm is deceitful, and beauty is vain, but a woman who fears the Lord is to be praised. Give her of the fruit of her hands, and let her works praise her in the gates. Thank you. May the Lord add his blessing to the reading of his holy word. മലയാളത്തിൽ ഞാൻ ആ വാക്യം വായിക്കുന്നു. I have actually a slide. I don't know. Okay, you have it. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോട് വായ് തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അപവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. അനേകം തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സൽപ്രവർത്തികൾ പട്ടണവാതിക്കൽ അവളെ പ്രശംസിക്കട്ടെ. This is I'm actually speaking a message from Proverbs. I think it is our Brother Shibu's topic. He is doing an outstanding teaching from this book, and so I looked at. I probably have spoken from this passage before. I don't know. That is the problem when pastors speak in the same church. They don't know what they spoke before, and I don't keep track of what I speak every week. So whenever a season comes, I speak on that topic, and so some of the things I'm going to say here I might have spoken before. So which is fine. I think Mother's Day, our heart is here with our mothers, and we wanted to make them feel good. That is, I think we have a responsibility to make our mothers feel good and happy. We want them to rejoice. That is actually the work, the responsibility of the husbands. Just like I said
I said that intentionally that our wives are a gift to us. I think if you ever get a gift, you don't just trash it, right? You just keep it, treasure it, and you just wanted to make sure that you can see this gift, it is with you, and so therefore you care for gift. And so I do believe husbands and wives are a gift to each other, and if we look at that way. When God speaks about His love and care for people, such as us, the people of God, He uses language that is taken. There are also a lot of imagery in the Bible. He uses the imagery of a mother. In the book of Isaiah, chapter 66, verse 13, what we see there is, as one whom his mother comforts, so I will comfort you, and you shall be comforted in Jerusalem. But വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന് മനുഷ്യരോടുള്ള കരുണ ഒക്കെ കാണിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. So that is how a mother's care is different from a father's care. Yes. Father do care. അപ്പന് മക്കളോട് കരുണ അവിടെ ആ ഇമേജറി ഉണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്നു. So that is an imagery. ഈ വേദഭാഗത്തിൽ നാം കാണുന്നത് അമ്മ മക്കളെ ആശ്വസിപ്പിക്കുന്ന പോലെ, അമ്മയുടെ പക്കൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം. അതാണ് നമ്മുടെ വിൽസൺ ബ്രദർ പറഞ്ഞത്, അമ്മ കള്ളം പറഞ്ഞെന്ന്. സോ അമ്മ വാസ്തവത്തിൽ നുണ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, but she covers for the children. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ. അപ്പൻ is going to be strict, a little more tougher. He wants you to hold you to accountability, responsibility. But mother have another side. Mother, and I talked to my wife. I wanted to find out what is the difference between the love of a mother and the love of a father. There is a difference, actually. There's a difference. I'm not going to speak on that today, but there is a huge difference between the love of a mother and the love of a father. I can see this from my own life, with me and my wife, when in situations when we dealt with certain situations, and she is always covering to protect, not because trying to get other people to get away with anything, but her way of handling is a little bit, not a little bit, far different from my way. I'm a little tough disciplinarian. I want people to excel. I am one who pushes people. And she wants people to get the same result. But her approach is a little bit different. So mother's love is greater. I think you cannot really measure love, but if you can measure love by any chance, I would say mother's love is greater without any research evidences. I would say their love is much greater. They will not eat the rice and give it to the children and say, I already had my rice. So that is a different kind of love. I think the fathers want to get their food first, right? Because the mothers will serve them first, but the mothers will wait towards the end and see if there is anything left. I think that is a sacrificial aspect of human life. You're caring for others by sacrificing your own happinesses, your own pleasure, your own hunger is at the altar. And such love you don't see in everybody. You only see that in your mother.
in your mother. And I'm not saying you will see that in every mother. For everything there is an exception to the rule. But I would say in most mothers you will see it. In Bible, we read about so many mothers. Several mothers are honored. Mary, Hannah, and Elizabeth. They all are mothers. So there is a lot of mothers. I'm not talking about these mothers, but Bible mentions about mother and what they do. Bible, and also when we come to the 10 Commandments, that is where honoring the mother begins. Honor your father and your mother. Yes. Honor. So this didn't come from the United States holiday list, of the list of holidays. It came from the Bible. The Bible says, honor your father. Your day is coming, but today is Mother's Day. Honor your father and your mother. It's a biblical command. And why is that? Why do we have to honor the mother and father? There are so many reasons, but I am taking some reasons because mothers shows responsibility, and that's what we're going to discuss later on. Mothers, through their life, through their actions, through everything that they do, they demonstrate responsibility, they demonstrate compassion, they demonstrate wisdom, they influence other people. They influence the children and the husband. They influence, and how faith is transferred from one generation to another. Faith is transferred from one generation to another through mothers. Apostle Paul talked about this in 2 Timothy chapter 1, verse 5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ, grandmother, ലോവിസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. So നമ്മുടെ വിശ്വാസത്തിന്റെ transfer, we have to transfer our faith to the next generation, and that transfer is happening through the influence of mothers and grandmothers. And Apostle Paul never talked about grandfather or fathers. I'm not saying they have no place in it, but Apostle Paul somehow emphasized the faith that is in you was first seen in your grandmother, then it was seen in your mother, it is also in you. നിന്നിലുള്ള വിശ്വാസം ഞാൻ ആദ്യം കണ്ടത് നിന്റെ വലിയമ്മയിലാണ്, അത് നിന്റെ അമ്മയിലും ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ അതേ അളവിൽ, അതേ ജെനുവിൻ വിശ്വാസം ഇപ്പോൾ നിന്നിലും ഞാൻ കാണുന്നു. So I don't know, I cannot advance this slide. So the responsibility, compassion and wisdom and influence is seen in mothers. Honoring mothers is actually, like I said, is a commandment. In mothers, what we see is wisdom. We will talk about this in more detail. Wisdom. We see the mothers are teachers. They teach character and faith. Mothers ആണ് നമ്മുടെ സ്വഭാവം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളുടെ പറങ്കാവിൻ്റെ കമ്പുകളൊക്കെ ഞങ്ങളുടെ പുരയിടത്തിലോട്ട് വന്ന് അതിൽ നിന്ന് കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ ആ പുരയിടത്തിൽ വീഴും. ഞാൻ അത് കുറച്ചെടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അത് ചുടാനായിട്ട് ആവശ്യപ്പെട്ടു. അമ്മ പറഞ്ഞത് കെട്ടിയിടത്ത് കൊണ്ടിട്ടേക്കാനായിട്ട്. സോ നമ്മളുടെ സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണം നടക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിലാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ നാം പഠിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത് the first person a child goes to is the mother. Unfortunately or fortunately, that is how it is. That is a universally നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മക്കളും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് മദറിനെയാണ്.
ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്നത് മദറിനെയാണ്, ആദ്യം എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന മദർ. എൻ്റെ ന്യൂസൊക്കെ അവിടുന്ന് വരുന്നതാണ്. So I get all the information from her. They never openly communicate anything with me. Not that they don't like me, they like me. But they feel more comfortable with their mother. അതിൽ ഞാൻ ജലസായിട്ടൊന്നും വലിയ കാര്യമില്ല. That is how the nature is like that. Children feel more comfortable because they receive a special kind of love from the mother. ദൈവം അവരെ ആ നിലയിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു വലിയൊരു ഡിപ്പോസിറ്റ്സ് കൊടുത്താണ് മദേഴ്സിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഫാദേഴ്സിന് അത്രയും ഡിപ്പോസിറ്റ്സ് ഇല്ല. അവർക്ക് മറ്റ് പല കാര്യങ്ങളിൽ ഒരുപാട് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, അത് അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ മദറിനെ സംബന്ധിച്ചിടത്തോളം they have the deposits of love that they can share to the children. ഇവിടെ നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റായിട്ട് ഞാൻ വായിച്ചത് സദൃശവാക്യങ്ങൾ 31 അധ്യായത്തിന്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ബ്രദർ ഷിബു സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ when he comes to this chapter he will talk very profoundly about it. ഇതിൽ 6 കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. 6 കാര്യങ്ങൾ നമ്മൾ when we look at it, നമ്മളിവിടെ 6 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. The first thing that this is talking in verse 25, പല കാര്യങ്ങളും നമ്മൾ ഈ ദൈവവചനത്തിൽ വായിക്കുന്നത് the language is not always literal. നമ്മൾ പല ലാംഗ്വേജിൽ ലിറ്ററൽ, some things are allegorical, some are metaphorical. So some language that is used here is ഇവിടെ നമ്മൾ കാണുന്നത് 25ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന clothing is here. നമ്മൾ അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ it is a metaphorical language. It shows about strength and dignity. Strength and dignity. ഈ 25ാമത്തെ വാക്യത്തിൽ ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 25ാമത്തെ വാക്യം നാം കാണുന്നത് ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. അവിടെ ഉടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? It's a metaphorical way of saying about her. ഇവിടുത്തെ ഈ വാക്യത്തിലെ mother, I'm saying I don't know if she's married or unmarried, I don't know what kind of person she is, but I am assuming if she is a mother, this person is strong and she is dignified. She is dignified. നമുക്ക് നമ്മൾ ഈ പലരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന അവരുടെ മനസ്സിലുള്ള ഭാര്യ എന്ന് പറയുന്നത് രാവിലെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഭാര്യ, നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കുന്ന ഒരു ഭാര്യ, നമുക്ക് എപ്പോഴും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യ, അങ്ങനെയൊക്കെയാണ് ഞാനും അങ്ങനെയാണ് ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു. But that is how we always wish that our husbands and wife they have certain expectations. പക്ഷേ ഇവിടെ നാം കാണുന്ന ഈ സ്ത്രീ ഒരു സ്ട്രോങ് ലേഡിയാണ്. This is a strong lady. Strong ലേഡിയെ കല്യാണം കഴിക്കാൻ പലർക്കും ഭയമാണ്. I know most people don't like to marry strong women because they have an opinion. When others have opinion, we don't like it. And അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് കേട്ടനുസരിക്കുന്ന ഒരു രീതിയാണ് സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. But we have to be open to hear from others. Yes. അത് എന്നെ സംബന്ധിച്ചിടത്തോളം I like to hear the opinions of others. I'm never threatened by it. ഞാൻ നമ്മുടെ ചർച്ചിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ I always ask opinion. അതെന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒപ്പീനിയൻ ചോദിക്കുന്നത്? എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. But I want to see what others have in their mind. ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതിനെക്കാട്ടും നല്ലതാണെങ്കിൽ that is better. Yes. I don't need to worry about that it is somebody else's point, so I shouldn't do it. But my view is that if another person has a better idea, it is welcome in this church. It is always welcome in this church. ഒരു കുടുംബ ജീവിതത്തിലും ഇത് വലിയ സ്വാധീനമുള്ള ഒരു കാര്യമാണ്.
ഒരു അഭിപ്രായമുള്ള ഭാര്യയെ കണ്ട് പേടിക്കേണ്ടെന്ന് ഒരാവശ്യമില്ല. You think that God has given you a gift that is going to put you in the right path. നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുവാൻ ഉള്ള അവസരം ഒഴിവാക്കാനായിട്ട് ഒരു അഭിപ്രായമുള്ള ഭാര്യയുടെ അഭിപ്രായം നമുക്ക് എപ്പോഴും സഹായമായിരിക്കും. You always have to ask. I ask my wife not permission, I ask her opinion. I don't call it permission, I ask her opinion, her input into decision making. നമ്മൾ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം ഭദ്രമായി തീരണമെങ്കിൽ you both have to be in it together. ഒരു കുടുംബ ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒത്തൊരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. And one day I surprised my wife. I tell you this, she was not very happy. She went to work one day. I went to a car dealership and I bought a Chevrolet. I forgot the name of that, Celebrity or something. I bought a car and I brought the car before she came from work. And in fact, I went to pick her up in that car. And that's how it was. She was very surprised, and that surprise was not good towards me. I tell you that. She was surprised, but she knew how much financial hardship that is going to make. How much more overtime now she has to work. Because I don't work too much overtime, only nurses work overtime. But I tell you, why I tell this is this from my own life, real examples. Why I am telling this is because if I asked her, she would say what? Let's not buy the car now. And even if I'm willing to take that, then what happens? My financial burden is lowered. She don't have to work overtime. We have more time together. We can go to church. We can work. We can pray. We can do a lot of things. But that is very important to ask each other. നമ്മൾ സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാതെ we have to take decisions together. അതുകൊണ്ട് ഒരു അഭിപ്രായമുള്ള ഒരു ഭാര്യയാണ് ദൈവം നമുക്ക് തരുന്നെങ്കിൽ അത് കണ്ട് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. Thank God. Now I can listen to somebody. There's another person to put input into our process. And she's also dignified. Dignified എന്ന് പറഞ്ഞാൽ that is നമുക്കൊരു അലങ്കോലമുള്ള ഭാര്യയല്ല. She has dignity. നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞ അഭിപ്രായം തന്നെ പറയുന്നതിലും കേൾക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. When you say your opinion, say it in a dignified way. മറ്റുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രസന്റ് ചെയ്യാം. Then in the next verse, her language is with wisdom and kindness. നമുക്ക് എത്ര പേർക്ക് ദയോടും ബുദ്ധിയോടും ദയോടും കൂടി സംസാരിക്കാൻ കഴിയും? ഇതൊരു കോമ്പിനേഷനാണ്. See, that's a combination. Wisdom and kindness coming in one thing. ഒന്നുകിൽ നമ്മുടെ ഭാഷ ആങ്കറിൽ നിന്ന് വരുന്നതായിരിക്കും, ഒന്നുകിൽ അത് കൈൻഡ്നെസ്സിൽ നിന്ന് വരുന്നതായിരിക്കും. പക്ഷേങ്കിൽ ദൈവമക്കളുടെ ഭാഷ ബുദ്ധിയിൽ നിന്നും ദയയിൽ നിന്നും വരണം. ബുദ്ധിപൂർവ്വം നമ്മൾ സംസാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കേണ്ടുന്നത്. ഇത് ബുദ്ധിയിൽ നിന്നും ദയയിൽ നിന്നും നമ്മുടെ കമ്പാഷനിൽ നിന്നും നമ്മൾ സംസാരിക്കണം. ഈ 31ാമത്തെ അധ്യായത്തിലെ ഈ സ്ത്രീ, she speaks with wisdom and she also speaks in kindness. And then what she does, she cares well for her household. ഞാൻ എപ്പോഴും എനിക്ക് ഒരു ഭയവും കൂടാതെ പറയാൻ കഴിയുന്നത് ഒരു സഹോദരി, ഒരു സഹോദരി ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ഒരു സഹോദരൻ ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്ന രണ്ട് വ്യൂ പോയിന്റ്. അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കും. But the sisters, the mothers care for her household in a different way, in a much more positive way. ഒരിക്കലും ഒരു അമ്മ കൊച്ചിനെ കളഞ്ഞേച്ചും പോകത്തില്ല. Where father may walk away. If you have a little child, if the child is dirty, if the child smells bad,
The father can walk away, but the mother will never walk away. The mother will always care and make sure that child is clean and the child is fed. And I saw that in my wife, and I saw that in my daughter, and I saw that in my daughter-in-law. And I see taking somebody from my own household, I can see my daughter, she cares for her children in a way that she's a nurse practitioner, but she actually do little job with making little money at this moment, so that she can spend time with her two daughters. And I have seen that care in my own house, my own home, with my own children, with my own wife, and I know that's exactly how all of us are sitting here. The mothers care for their children in a different way, that the fathers may walk away, but the mother will sacrificially sit and care for the children. And the next thing is hard work on our mothers ചെയ്യുന്നത്. Mothers, I don't have the time to explain all those in big detail, but just believe me, our mothers work hard. They do many hours of overtime work. It's not only that. I remember when my wife would work, she worked nights, she came home, she cooked, and she took care of the children, and she slept a few hours, and all this, and then she goes to work again. And why? Because she cares for her house, and she is working hard, and she's always dependable. Mothers are always dependable. Not all mothers, not 100% mothers, but mothers are dependable. They are dependable. And as a result, what is this going to bring? The result is this person is going to be honored by her family. When you do all these things, who would dare not to honor? Mothers. We will honor mothers. Yes. Because you have opinions, you should have opinions. And it will be very bad if you don't have any opinions. And you care for the family, you speak with wisdom and kindness, and you are hard working, and you are honored. അതാണ് ഇവിടെ നമ്മൾ 31 അധ്യായത്തിൽ നാം കാണുന്നത്. എന്താണ്? അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. ഇന്ന് ഇവിടെ മക്കൾ ഇവിടെ നിന്നപ്പോൾ അവരെന്താണ് പറഞ്ഞത്? How much the mothers sacrifice and how much they appreciate. മക്കൾ അവരെ ഭാഗ്യവതി എന്ന് പ്രശംസിക്കുന്നു. ഈ പ്രശംസ വരുന്നത് ഇതൊരു വ്യാജമായിട്ടുള്ള ഒരു പ്രശംസയല്ല. It's not something they just say to make you feel good or to say something for the sake of saying something, but that is coming from their heart. Because when children see sacrificial love, sacrificial care and hard work, they see this. നമ്മൾ മറ്റുള്ളവരെ ഞാൻ ഒരു കാര്യം എൻ്റെ ലൈഫിൽ പഠിച്ചത്, ഞാൻ എന്തെങ്കിലും ഒരാളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എൻ്റെ വാക്കിൽ കൂടി പഠിപ്പിക്കാൻ ഒരു മാർഗം, പക്ഷെ എൻ്റെ പ്രവൃത്തിയിൽ കൂടി പഠിപ്പിക്കുന്നതാണ് ആളുകൾ കൂടുതൽ പഠിക്കുന്നത്. That is how it is. നമ്മുടെ വാക്കിൽ കൂടി നമ്മൾ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ആളുകൾ കണ്ടു പഠിക്കുന്നത് what they see in our life. നമ്മുടെ പ്രവൃത്തിയിൽ അവരെന്ത് കാണുന്നു. So when children see all these things in their mother's life, they will definitely call her blessed. ഇവിടുത്തെ ഈ പുസ്തകത്തിൽ 31 അധ്യായത്തിലെ ഈ സ്ത്രീക്ക് അനേക ഗുണഗണങ്ങളുണ്ട്. She is actually, I think I spoke about this in a marriage some time ago, but I spoke that in a different way. ഈ അധ്യായത്തിലെ ഈ സ്ത്രീ an unusual person, an extraordinary person. പക്ഷെ അവളെ extraordinary person ആക്കിയത് ഈ പറയപ്പെടുന്ന ഗുണങ്ങൾ മാത്രമല്ല, ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു ഗുണം അവൾക്കുണ്ട്. അതാണ് she fears the Lord. She fears the Lord. ദൈവത്തെ യഹോവ ഭക്തി ഉള്ള ഒരു സ്ത്രീയാണ്. ഇവിടെ നാം കാണുന്നത് ലാവണ്യം വ്യാജമാണ്.
സൗന്ദര്യം വ്യർത്ഥമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ബ്യൂട്ടി, charm is deceitful and beauty is passing. ഒരുപാട് ആളുകളും ഈ ചാമിലും ബ്യൂട്ടിയിലും ഒക്കെ ആകർഷ്ടരാണ്. പക്ഷെങ്കിൽ but she is a person, she has both, but she has also something extra. That extra thing is that she fears the Lord. അപ്പോൾ നമ്മുടെ ഒരു കുടുംബ ജീവിതം, ഇന്ന് ഞാൻ വായിച്ച സങ്കീർത്തനം തന്നെ കുടുംബ ജീവിതത്തെ കുറിക്കുന്ന സങ്കീർത്തനമാണ്. നമ്മുടെ കുടുംബ ജീവിതം ധന്യമായി തീരുന്നത് എപ്പോഴാണ്? That is what I am going to say in closing. നമ്മുടെ കുടുംബ ജീവിതം ധന്യമായി തീരുന്നത് we have to be open to each other. You have to be open to each other. There are some people who think either my way or the highway. We don't want that. We don't want that attitude. Either my way or the highway. You have to have an open heart. You have to listen to your spouse, whether it is your husband or your wife. You have to listen to. Well, if your wife or husband have opinions, don't be afraid about that. And that is not something to be intimidated with it. You have to see if things are coming with wisely, if that is going to benefit your life, if that's going to make your life better, be open to that. Don't be intimidated by it. Always be wise, both husband and wife. Be wise and care for each other. Care for each other. And be faithful to each other. And work hard for the family. And also be kind to each other. And also be spiritually grounded. Yes, fears the Lord. Spiritually grounded. നമ്മുടെ ലൈഫിന്റെ ഏത് കാര്യത്തിലും നമ്മുടെ സുപ്രീം അറ്റൻഷൻ കൊടുക്കേണ്ടുന്നത് അവർ സ്പിരിച്വൽ ബീങ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരോ. ഈ ലോകത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഏത് ഭർത്താവിനും പെർഫെക്റ്റ് ഭാര്യയെ കിട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭാര്യമാർക്ക് പെർഫെക്റ്റ് ഹസ്ബൻഡിനെ കിട്ടിയായിട്ടും കണ്ടിട്ടില്ല. നമുക്ക് കിട്ടിയ ഭർത്താവിനെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സൂക്ഷിച്ച് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. That's what this lady is doing. She is hardworking and she is happy with what the Lord has given her, and she is not sitting idle. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സ്ത്രീയല്ല, കഠിനാധ്വാനം ചെയ്ത് hard working, and she is the blessed. Her children are calling her blessed. She fears the Lord. ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ മാതാവിന് വലിയ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മുടെ മദേഴ്സിനെ നാം ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ക്യാരക്ടർ പഠിപ്പിച്ചത്, നമ്മെ വിശ്വാസത്തിലേക്ക് നടത്തിയത് നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസമാണ്. അതിൻ്റെ ഏറ്റവും അടിത്തറ. പിന്നാണ് സൺഡേ സ്കൂളിൽ നമ്മൾ പോയത്, പിന്നാണ് നമ്മൾ സ്കൂളിൽ പോയത്, പിന്നാണ് ബൈബിൾ സ്കൂളിൽ പോയത്. പക്ഷേങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭ പാഠങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭവനത്തിൽ നിന്ന്, അവരുടെ മാതൃകയിൽ നിന്നാണ്. ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ഇന്ന് നാം മദേഴ്സിനെ ഓണർ ചെയ്യുന്നു. നമ്മൾക്ക് നമ്മുടെ മദേഴ്സിനെ എപ്രകാരം സ്നേഹിക്കാൻ കഴിയുന്നു, നാം അവരോട് എങ്ങനെ ആയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ താഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദൈവസന്നദ്ധിയിൽ ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, നീ എനിക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമാക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവിന്റെ കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് നീങ്ങാം. അതുപോലെ അമ്മമാരും പിതാക്കന്മാരോട് സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം വളരെ ആനന്ദപൂർണമായി സന്തോഷകരമായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാൻ. ഞാൻ ഒരു പാട്ടിന്റെ ചില അടികൾ നമുക്ക് പാടി നമുക്ക് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം പ്രിയാച്ചായം പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. അമ്മയെപ്പോൾ എന്നെ ഓമനിച്ചു അവഗണനവേളയിൽ പാലിച്ചവർ, അമ്മയെപ്പോൾ
ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, ഈ നല്ല പ്രഭാതനായ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആരും കാണാത്ത ഒരു സമയം തമ്പുരാനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 കർത്താവേ, സ്തോത്രം. കൃപയുടെ സൂചനായി സ്തുതിക്കുന്നു. ആകാനെ പ്രാർത്ഥിപ്പാനെ നല്ല സംഘടന സ്കൂളൊക്കെ തന്നെയായി സ്തുതിക്കുന്നു. കർത്താവയോടുള്ള യഥാർത്ഥ കൽപ്പിക്കുക നല്ല വചനമായി സ്തുതിക്കുന്നു. കർത്താവെ അവിടെ തുടർന്ന് സഹായത്തിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ഈ അമേരിക്ക മാതാകുട്ടിയെ വേണ്ടി കർത്താവെ ആ ദിവസം വേർതിരിച്ചനായി കർത്താവെ അയായൊരു ഭ്രാന്തെന്ന സമയത്തിനായി സഭയിലുള്ള മാതാക്കൾക്ക് വേണ്ടി പ്രേരിതരായി കർത്താവെ അനുഗ്രഹിക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയുടെ സ്തോത്രം. കർത്താവെ ഇവിടെ സഭയിലെ പുതിയ ചുറ്റുപാടിന് പോണിയുള്ള സഭയെ കൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയുടെ സ്തോത്രം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ആരോഗ്യതയുടെ കർത്താവെ കൂട്ടിക്കൊടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണങ്ങൾക്ക് വേണ്ടി എല്ലാവരും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ പറയാതിരിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ വിദേശവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ വ്യക്തികളും ഓർത്ത് എല്ലാവരും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവസദാസന്മാരെ എല്ലാവരും കർത്താവെ അതുകൊണ്ട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ ഞങ്ങളുടെ കർത്താവെ അടുത്ത ആഴ്ച ഞങ്ങൾ വരുവോളം എല്ലാവരും അവിടെ സൂക്ഷിച്ചുള്ളവരുടെ പ്രാർത്ഥനയോട് കേട്ടോട് സ്തോത്രം. സർവ്വേശ്വർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.